ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാന വർഷം എന്ന് തന്നെ പറയാം. തെരഞ്ഞെടുപ്പിൽ എൽ.ഡി.എഫ് നേടുന്ന വിജയം നിർണ്ണയിക്കുന്നത് ഇതുവരെ ദേശീയ രാഷ്ട്രീയത്തിൽ കേരളത്തിനുണ്ടായിരുന്ന സവിശേഷമായ അനന്യത കൈവിട്ടു പോകില്ലെന്ന വലിയൊരു സന്ദേശം കൂടിയാണ്. തെക്കൻ തീരദേശത്തിന്റെ ഇടതു സ്പന്ദനം ഏറ്റുവാങ്ങി ആറ്റിങ്ങലിൽ വി ജോയ്. തൊട്ടപ്പുറത്ത് രണ്ടാമതും തിരുവനന്തപുരത്തിന്റെ എളിമയുള്ള എം.പിയാകാൻ പന്ന്യൻ രവീന്ദ്രൻ. തൃശൂരിൽ മുൻ സംസ്ഥാന കൃഷിമന്ത്രി എന്ന അണുവിഭവ സമ്പത്തോടെ വി.എസ്. സുനിൽകുമാർ. നവചാലക്കുടിക്ക് വേണ്ടി വികസനത്തിന്റെ പുതുപുലരികൾ ഉയർത്തി രവീന്ദ്രൻ മാഷ്. ആലത്തൂരിൽ ചേലാകരയുടെ മുത്ത് മന്ത്രി കെ രാധാകൃഷ്ണൻ. കണ്ണൂരിൽ ചെങ്കൊടി പാറിക്കാൻ എം.വി. ജയരാജൻ. എറണാകുളത്ത് ഷൈൻ ടീച്ചർ. പത്തനംതിട്ട പിടിച്ചെടുക്കാൻ സാക്ഷാൽ ധനകാര്യ വിദഗ്ധൻ തോമസ് ഐസക്. കോട്ടയത്തെ മാണി വിഭാഗത്തിന്റെ ശക്തമായ എം.പി. തോമസ് ചാഴിക്കാടൻ. അങ്ങനെയെല്ലാം ഇടതുപക്ഷ സഖ്യത്തിന്റെ ഒന്നിനൊന്ന് കരുത്തരായ സ്ഥാനാർത്ഥികളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പുകൾ അധികാരം കൈക്കലാക്കുന്നതിനുപരിയായി പാർലമെന്ററി സംവിധാനത്തെ ജനകീയ പങ്കാളിത്തത്തിന്റെയും സമത്വബോധത്തിന്റെയും തുറസാക്കി മാറ്റാനുള്ള ശക്തമായ ചുവടുവെപ്പായിരുന്നു. അതുകൊണ്ടാണ് അംഗസംഖ്യ അവകാശപ്പെടാനില്ലെങ്കിലും ഭൂമിക്കും മനുഷ്യാവകാശത്തിനും തൊഴിലിനും വിദ്യാഭ്യാസത്തിനും അവസര സമത്വത്തിനുമൊക്കെ വേണ്ടി പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ട ശബ്ദം ഇടതുപക്ഷത്തിന്റേതാകുന്നത്. ജാതിമത ഭാഷാ ഭേദമന്യേ ദരിദ്രന്റെയും തൊഴിലാളിയുടെയും കർഷകന്റെയും സാധാരണ ജനങ്ങളുടെയും ശബ്ദമാകാനും ന്യായമായ അവകാശങ്ങൾക്കു വേണ്ടി നിലകൊള്ളാനും ഭരണഘടനാ ധാർമ്മികതയും ഫെഡറൽ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കാനുമുള്ള ഇച്ഛാശക്തി മറ്റേത് പാർട്ടിയേക്കാളും പ്രകടമായിട്ടുള്ളത് ഇടതുപക്ഷത്തിനാണ്. വിവിധ ജാതിമത ഭാഷാ സംസ്കൃതികളുടെ സമന്വയത്തിൽ അധിഷ്ഠിതമായ ഒന്നാണ് ഇന്ത്യ എന്ന ആശയം. വി ദ പീപ്പിൾ എന്നാണല്ലോ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സമത്വം, നീതി, മതനിരപേക്ഷ, സ്വാതന്ത്ര്യം, സാഹോദര്യം തുടങ്ങിയവ വെറും വാക്കുകളല്ല. മറിച്ച് അവ ഓരോന്നും ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ ഞൊടിയിടയിൽ തുടിക്കേണ്ട ബോധപൂർവമായ സാന്നിധ്യമാണ്. ജനാധിപത്യം എന്ന സങ്കല്പം വളർന്നു വികസിച്ച് ജനങ്ങളിലേക്ക് അധികാരത്തിന്റെ അവസാന കണികയും പകർന്നു നൽകണമെന്നാണ് ഇടതുപക്ഷം വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് പഞ്ചായത്ത് രാജും ജനകീയാസൂത്രണവും ഗ്രാമസഭകളും കേരളത്തിൽ മാത്രം ലക്ഷ്യം നേടിയത്. ഗുണനിലവാരമുള്ള പൊതുവിദ്യാഭ്യാസത്തിനും പൊതുജനാരോഗ്യ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഇടതുപക്ഷം എപ്പോഴും പ്രതിജ്ഞാബദ്ധരാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കൂടുതൽ ഫണ്ട് അനുവദിക്കുക വഴി എല്ലാവർക്കും പ്രാപ്യമായ ആരോഗ്യ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്നും ചികിത്സാ സൗകര്യങ്ങളുടെ കുറവുകൾ കാരണം ഒരാൾക്ക് പോലും ജീവൻ നഷ്ടപ്പെടരുതെന്നും ഇടതുപക്ഷം വിശ്വസിക്കുന്നു. ഭൂപരിഷ്കരണം മുതൽ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരുകൾ നടത്തിയ ധാരാളം ജനപ്രിയ പരിപാടികളുണ്ട്. കേരള മോഡലിന് ഭദ്രമായ അടിത്തറയിട്ട അച്യുതമേനോൻ സർക്കാർ മുതൽ ജനകീയ ആസൂത്രണവും കുടുംബശ്രീ അടക്കമുള്ള വിസ്മയകരമായ ഒട്ടനവധി ജനക്ഷേമ പരിപാടികൾക്ക് ഇടതുപക്ഷ സർക്കാരുകൾ തുടക്കമിട്ടിരുന്നു. കാർഷിക, വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യക്ഷേമ രംഗങ്ങളിൽ കഴിഞ്ഞ 8 വർഷത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ ജനം കാണുന്നുണ്ട്. ആഗോളത്തിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളും നടത്തിയ പഠനങ്ങളിൽ ഏറ്റവും മികവ് കാട്ടിയ സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം 70കൾ മുതൽ ഒന്നാം സ്ഥാനം നിലനിർത്തുന്നുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷകാഹാര വ്യവസ്ഥ, ദരിദ്രർക്കുള്ള സാമൂഹ്യ സുരക്ഷ തുടങ്ങിയ മേഖലകളിലൊക്കെ കേരളത്തിന്റെ നേട്ടങ്ങൾ വികസിത രാജ്യങ്ങളുടേതിന് കിടപിടിക്കുന്നതായി മാറിയിരുന്നു. അതുകൊണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എൽ.ഡി.എഫ് നേടുന്ന വിജയം നിർണ്ണയിക്കുന്നത് ഇതുവരെ ദേശീയ രാഷ്ട്രീയത്തിൽ കേരളത്തിനുണ്ടായിരുന്ന സവിശേഷമായ അനന്യത കൈവിട്ടു പോകില്ലെന്ന വലിയൊരു സന്ദേശം കൂടിയാണ്.